കർണാടക മുരുടേശ്വറിൽ ക്രോസ് റോഡ് ഏരിയയിലായിരുന്നു നന്ദിനി എന്ന് പറയുന്ന 32-കാരിയും ആളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള 35-കാരനായിട്ടുള്ള ലോകേഷും താമസിച്ചിരുന്നത്. ലോകേഷിന്റെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു ശില്പിയായിരുന്നു. അപ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിലും മറ്റൊക്കെ എന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളായിരുന്നു പോയിട്ട് അവിടെ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ കല്ലിൽ എന്തെങ്കിലും കുത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇയാളായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരുപാടധികം ശില്പനിർമ്മാണ കാര്യങ്ങൾ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതായിരുന്നു അയാളുടെ ജോലി. ഇയാളുടെ പരമ്പര നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാളുടെ അച്ഛൻ ശില്പിയായിരുന്നു, മുത്തശ്ശൻ ശില്പിയായിരുന്നു, ആളുടെ അച്ഛൻ ശില്പിയായിരുന്നു. അങ്ങനെ ശില്പികളുടെ ഒരു പരമ്പരയായിരുന്നു ഇയാളുടേത്. അങ്ങനെ 12 വർഷങ്ങൾക്ക് മുൻപാണ് ലോകേഷിൻ്റെയും നന്ദിനിയുടെയും കല്യാണം കഴിയുന്നത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. ആ വിവാഹത്തിൽ ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ലോകേഷിൻ്റെയും നന്ദിനിയുടെയും കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ റസീൻ ദിസ് സൈഡ്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപ് ഫാമിലിയുമായിട്ട് അമ്പലത്തിൽ പോയപ്പോഴാണ് നന്ദിനി ആദ്യമായിട്ട് ലോകേഷിനെ കാണുന്നത്. അപ്പോൾ അവിടെ ശില്പങ്ങളും മറ്റും പണിയുന്നതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു ലോകേഷ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആൾ ശില്പങ്ങളും മറ്റും പണിയുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടി ഇംപ്രസ് ആവുകയാണ്. പിന്നീട് നന്ദിനി സ്ഥിരമായിട്ട് അമ്പലത്തിൽ ഇയാളെ കാണാനായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അതൊരു പ്രണയമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ആൾ പോയി. എന്നാൽ ഇവരുടെ പ്രണയം പോയില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് ഈ ഒരു ലോകേഷ് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ധൈര്യത്തോട് കൂടിയിട്ട് തൻ്റെ വീട്ടുകാരെയും കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഈ പയ്യൻ പോവുകയാണ്. ലോകേഷ് നന്ദിനിയുടെ വീട്ടുകാരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൾക്കൊരു ആഡംബര വാഴ്ചയൊന്നും കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നാൽ നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു നല്ല ജീവിതം എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നല്ലൊരു ശില്പിയാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറുകളും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. ഏണിങ്സ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നല്ല സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ശില്പിയാണ്, എൻ്റെ അച്ഛൻ ശില്പിയായിരുന്നു, അതുപോലെ തന്നെ മുത്തശ്ശൻ ശില്പിയായിരുന്നു. ഒരു ശില്പി പരമ്പരയാണ് ഞങ്ങളുടെ ഫാമിലി. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു മരുമകനെ എവിടെ നിന്ന് കിട്ടാനെന്നുള്ളൊരു കാര്യം ആലോചിച്ചുകൊണ്ട് നന്ദിനിയുടെ വീട്ടുകാരും ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. 12 വർഷത്തോളം ഒരു പ്രശ്നവുമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. എന്നാൽ 2023 ഒക്ടോബറിൽ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ലോകേഷും നന്ദിനിയും അവരുടെ 2 കുട്ടികളും ക്രോസ് റോഡിലുള്ള ഒരു വാടക വീട്ടിലോട്ട് മാറുകയായിരുന്നു. എന്നാൽ അവിടെ എത്തി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയ വായിൽ അലറുന്ന സൗണ്ട് നൈബേഴ്സ് കേൾക്കുകയാണ്. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള രീതിയിലായിരുന്നു ഒരു സ്ത്രീ അലറിയിരുന്നത്. അപ്പോൾ അവരൊരു വീട്ടിലോട്ട് കയറിയില്ല. കാരണം പുതിയതായിട്ട് വന്ന താമസക്കാരാണ്, ഇവരറിയില്ല. ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും പുലിവാല് പിടിക്കണോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വീടിൻ്റെ പുറത്ത് ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് രക്തത്തിൽ കുളിച്ച ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഓടി വന്ന് നിലത്ത് വീഴുകയാണ്. നന്ദിനി ആയിരുന്നു അത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലീസിനെയും അതുപോലെ തന്നെ ആംബുലൻസിനെയും ഒക്കെ വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും, അതായത് ഈ ഒരു പെൺകുട്ടി വന്ന് വീണ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് നിന്ന് നിന്നെ ഞാൻ കൊല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കത്തിയും എടുത്ത് ഓടി വരികയായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ലോകേഷ് ആയിരുന്നു. ആള് ആ ഒരു സ്ത്രീയെ അവിടെ വെച്ചിങ്ങായിട്ട് കുത്തി കൊലപ്പെടുത്തി കത്തി വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോവുകയാണ്. അപ്പോഴത്തേനും പോലീസുകാരും അതുപോലെ തന്നെ ആംബുലൻസും ഒക്കെ സ്ഥലത്തോട്ടെത്തി. അവിടെ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി ആ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഡോക്ടേഴ്സ് ഡെത്ത് കൺഫേം ചെയ്യുകയും ചെയ്തു. പോലീസുകാർ നോക്കുമ്പോൾ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. കാരണം ഇത്ര പേര് ഐ വിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം എന്താണെന്നുണ്ടെങ്കിൽ ലോകേഷാണ് നന്ദിനിയെ കൊന്നത്. അപ്പോൾ ലോകേഷ് എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ ലോകേഷ് ആളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസുകാർ അവിടെ എത്തിയപ്പോൾ ലോകേഷ് പോലീസിനെയും പ്രതീക്ഷിച്ചിട്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. നേരെ പോലീസിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. പോലീസിനോട് ലോകേഷ് പറഞ്ഞു, എൻ്റെ കുട്ടികളെ ഞാൻ പാരൻസിൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിട്ടാണ് വന്നത്, ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദിച്ചു, ഓക്കെ 10-12 വർഷമായിട്ട് നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നതെന്നാണല്ലോ പുറമേ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്താണ് പറ്റിയത്? കൊല്ലാനും മാത്രം അത്ര പെരുത്ത് ദേഷ്യം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം പോലീസുകാർ ചോദിക്കുകയാണ്. അങ്ങനെ ലോകേഷ് കഥ പറഞ്ഞു തുടങ്ങി. ഈ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ടായിരുന്നു ഇവരുടെ ദാമ്പത്യത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നന്ദിനി സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ട് എടുത്തു ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഒരുപാട് പുരുഷന്മാരുമായിട്ട് സുഹൃത്തുക്കളാവാനും തുടങ്ങി. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യാനും തുടങ്ങി. നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാനും തുടങ്ങി. ലോകേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ശില്പത്തിൻ്റെ കോൺട്രാക്റ്റും മറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പണിയൊക്കെ തീർത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. ആ ഒരു സമയം മുഴുവൻ ഈ ഒരു സ്ത്രീ ഫോണിൽ പല പുരുഷന്മാരോടൊപ്പം പലതരത്തിൽ ചാറ്റ് ചെയ്യലായിരുന്നു പതിവ്. എന്നാൽ ലോകേഷിന് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് ഫീൽ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടും അതുപോലെ തന്നെ
ഭാര്യ ഭർത്താക്കന്മാരുടെ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടൊക്കെ കാലം കുറേ ആയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആ ഒരു സ്ത്രീ വല്ലാത്ത രീതിയിൽ ഉൾവലിയുന്നൊരു ഫീൽ ഇയാൾക്ക് ഉണ്ടായി. എന്നാൽ അത് പോട്ടെ, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ എന്താ പറയുക സ്കൂളിലോട്ട് പോകാനായിട്ട് ഒരുക്കുന്നില്ല, ഫുഡ് ഉണ്ടാക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. 24 hours ഫോണിൽ തന്നെയാണ്. കുട്ടികളുടെ കാര്യം നോക്കിയിരുന്നത് ഈ ലോകേഷിൻ്റെ പാരൻസ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിന് മാത്രം ഫോണിലുള്ളത് എന്നുള്ളൊരു കാര്യം ലോകേഷ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നന്ദിനി ഇല്ലാത്ത സമയത്ത് നന്ദിനിയുടെ ഒരു ഫോൺ എടുത്തുകൊണ്ട് ആൾ തുറന്ന് നോക്കുകയാണ് ഉണ്ടായത്. ആ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോകേഷ് ഞെട്ടിത്തെരിച്ച് പോവുകയാണ്. നന്ദിനി ഒരുപാടധികം പയ്യന്മാരുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്ന മെസ്സേജും കാര്യങ്ങളുമാണ് ഇയാൾ കണ്ടത്. ജസ്റ്റ് ഫ്ലേർട്ടിങ് മാത്രമല്ല, സെക്സ് ചാറ്റ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈവ് വീഡിയോ കോൾ ചെയ്തതിൻ്റെ എവിഡൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ ആ ഒരു ഫോണിൽ നിന്നിങ്ങനെ കാണുകയാണ്. ഇത് കണ്ട് അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് പോവുകയാണ്. എങ്ങനെ ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇയാൾക്ക് ഉണ്ടായത്. നേരെ തന്നെ നന്ദിനിയുടെ അടുത്ത് പോയിട്ട് ആൾ വാൺ ചെയ്തു, നമുക്ക് 2 കുട്ടികളാണുള്ളത്, നീ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവി എന്താവും, അതെങ്കിലും ആലോചിച്ച് നിൽക്കുക, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ നന്ദിനി അതൊന്നും വലിയ എന്താ പറയുക കാര്യമായിട്ട് എടുത്തില്ല. അവർ അടുത്തൊരു സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്തത്. അതിനു മുൻപ് സെക്സ്റ്റിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് പല പയ്യന്മാരെ കൂടെ പോകാനായിട്ട് തുടങ്ങി. അതായത് രാത്രി ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഏതെങ്കിലും പയ്യന്മാരെ വിളിച്ചു വരുത്തും. അപ്പോൾ പയ്യന്മാർ ബൈക്കായിട്ട് വരും. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം ആ ബൈക്കിൽ കയറിയായിട്ട് പോകും. അതിനുശേഷം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു 3 മണി 4 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേനും നന്ദിനെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ആരും അറിയാതെ അവർ ഇതേപോലെ തന്നെ വീട്ടിൽ കയറും. ഇതായിരുന്നു ഇവരുടെ ഒരു റൊട്ടീൻ. നന്ദിനി പച്ചപ്പാതിരാത്രി പയ്യന്മാരെ കൂടെ എന്തിനാണ് പോകേണ്ടതെന്നുള്ളതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാൽ ഈ കാര്യങ്ങൾ പതിയെ പതിയെ അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ അറിയാണ്. ഒരാൾ ഇതേപോലെ തന്നെ 2 മണിക്ക് എന്തിനോ ബാൽക്കണിയിലോട്ട് വന്നതാണ്. അപ്പോൾ നന്ദിനി ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ലോകേഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ ഇവർ തീരുമാനിക്കുകയാണ്. ലോകേഷിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. ലോകേഷിന് ആകെപ്പാടെ ദേഷ്യം വന്നു. ഇത്രയും കാലം ഫോണിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ അവളത് റിയൽ ലൈഫിലും ഇതുപോലെ തന്നെ പല പയ്യന്മാരെ കൂടെ പോകുന്നു എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ അയാൾക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തായിരുന്നു. ലോകേഷ് നേരെ നന്ദിനിയുടെ അടുത്ത് ചെന്ന് അവിടെ വൻ അടിയായി. ലോകേഷ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നളയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. നന്ദിനി അതൊന്നും വലിയ കാര്യമാക്കിയൊന്നുമില്ല. എന്തിനാണ് ഞാൻ ഇയാളുടെ അണ്ടറിൽ നിൽക്കുന്നത്, എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിതമുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള സുഖങ്ങൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നന്ദിനി ഒരു പയ്യനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് മുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. നന്ദിനി എവിടെ പോയി എന്നുള്ളത് 2 ദിവസമായിട്ടും യാതൊരു ഐഡിയ ഇല്ല. ലോകേഷ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ ഭാര്യ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തെന്നുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. പോലീസുകാരങ്ങനെ നന്ദിനിനെ ട്രാക്ക് ചെയ്ത് പിടിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാരും കിഡ്നാപ്പ് ചെയ്തതല്ല, ഇവർ ഒളിച്ചോടി പോയതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരെയും, അതായത് ആ പയ്യനെയും നന്ദിനിയെയും പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തി. അതിനുശേഷം ലോകേഷിനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് സംസാരിപ്പിച്ച്, നിനക്ക് നിൻ്റെ ഫാമിലി ഉണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കണം, ഇതേപോലെ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോലീസുകാർ ഇതേപോലെ തന്നെ നന്ദിനിനെ ഭർത്താവിൻ്റെ ഒപ്പം വിടുകയും ആ പയ്യനെ വേറെ വിടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു സ്വഭാവം തിരുത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു. വേറെ പയ്യന്മാരുടെ കൂടെ 3 തവണ നന്ദിനി ഇതേപോലെ ചാടി പോവുകയാണ്. പോലീസുകാരൊന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്ദിനി കേൾക്കില്ല എന്നുള്ളൊരു കാര്യം ലോകേഷിന് മനസ്സിലാവുകയാണ്. അപ്പോഴത്തേനും നന്ദിനിയുടെ വീട്ടുകാരും മറ്റും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടുകാരും അതുപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള റിലേറ്റീവ്സും ഒക്കെ വന്നിട്ട് നന്ദിനിനെ ഉപദേശിക്കാനായിട്ട് തുടങ്ങി. മോളെ, ഇതാണ് നിൻ്റെ ജീവിതം, ഭാര്യ ആയിട്ട് നിൽക്കണം, അതുപോലെ തന്നെ കണ്ട പയ്യന്മാരെ കൂടെ പോകരുത്, മക്കളുടെ കാര്യം നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം ഏകദേശം 1 മാസത്തോളം നന്ദിനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നല്ല രീതിയിൽ മക്കളുടെ കാര്യമൊക്കെ നോക്കി ഫോണൊന്നും അധികം ഉപയോഗിക്കാതെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ഫോൺ നോക്കണം, പയ്യന്മാരുടെ കൂടെ പോകണം, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇതേപോലെയൊക്കെ ചാറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ചിന്തകളും മറ്റുമൊക്കെ മനസ്സിലുണ്ടായിരുന്നുണ്ടെങ്കിലും അതൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1 മാസം കഴിഞ്ഞപ്പോൾ നന്ദിനി വീണ്ടും ഒരു പയ്യൻ്റെ കൂടെ ചാടിപ്പോയി. അപ്പോൾ ലോകേഷ് നോക്കിയപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ഈ പയ്യന്മാർക്ക് അറിയാം. അപ്പോൾ നന്ദിനി ഫോൺ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ചാറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പയ്യന്മാർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്തവണ ചാടിപ്പോയത്. അവൾ ശരിക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീടൊന്നും മാറി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല, അവളെന്തായാലും മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ ക്രോസ് റോഡിലുള്ള ആ ഒരു വാടക വീട്ടിലോട്ട് മാറിയത്. അതായത് 2 കുട്ടികളെയും കൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് മാറി, അച്ഛനും അമ്മയും ഇവിടെ നിർത്തി. എന്നിട്ട് അവിടെ വെച്ച് നന്നാവുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നന്നായോ? നന്നായില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കാഴ്ചയായിരുന്നു ഈ ഒരു ലോകേഷ് കണ്ടത്. അവിടെ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി കറങ്ങാൻ പോകാന്നുള്ള രീതിയിൽ ഒരു പയ്യനും മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്.
ഇത് കണ്ടപ്പോൾ ലോകേഷിന് മനസ്സിലായി നന്ദിനിനെ ഇനി തിരുത്താൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയാണ് ആളുടെ ഉള്ളിൽ അത്രയും നാൾ അടക്കി വെച്ചിരുന്ന ദേഷ്യം എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് ഒഴുകുന്നത്. നന്ദിനിയെ ഒഴിവാക്കി വിടാനും അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത്ര കാലവും ക്ഷമിച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ആള് കത്തിയെടുത്തുകൊണ്ട് ആ ഒരു സ്ത്രീയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ജീവനും കൊണ്ട് ആ ഒരു സ്ത്രീ പുറത്തോട്ട് ഓടി. എന്നാൽ അവിടെ വെച്ചിട്ടും ആ ഒരു സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയതിന് ശേഷം കത്തി വലിച്ചെറിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നേരെ പാരൻസിൻ്റെ വീട്ടിലോട്ട് നടന്നു പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നന്ദിനിയുടെയും ലോകേഷിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത്. ഇവരുടെ 2 കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. അമ്മ ഒരു തരത്തിൽ പോയി, അതിൻ്റെ ദേഷ്യത്തിൽ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തി, അച്ഛൻ ജയിലിലും പോയി. ഇപ്പോൾ അവർക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. എന്നാൽ ലോകേഷ് ഒരു പക്ഷേ ഓക്കെ നന്ദിനി നന്ദിനിയുടെ ഇഷ്ടംപോലെ പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഡിവോഴ്സ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് അച്ഛനെങ്കിലും ഉണ്ടായേനെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും വരെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.